നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദേവിക മോളോട് പറയാനുള്ളത് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ദേവിക തീരുമാനിക്കട്ടെ. തീരുമാനം എന്തായാലും അത് വേഗം വേണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആരോടും പറയാതെയുള്ള വരവാ. ഇതിൽ കൂടുതൽ ആ അച്ഛൻ ഇനി എന്ത് ചെയ്യാനാ? ദൈവം തീരുമാനിക്കുന്ന പോലെ നടക്കട്ടെ. വിഷയന്തുക്കളെല്ലാം മാളത്തിൽ നിന്ന് ഇറങ്ങിയല്ലേ പാർവതി? മനോഹര, എന്തോ എന്താടാ സംഗതി? അമ്മ എന്നെ സ്ഥിരം വിളിക്കുന്ന ചില പേരുകളുണ്ടല്ലോ. മക്കുണൻ, മൈഗുണാഞ്ചൻ, അങ്ങനെ വിളിച്ചാ മതി. അതാ എനിക്കിഷ്ടം. ചോടാ, നിന്റെ മനോഹരമായ മുഖത്ത് നോക്കുമ്പോ എങ്ങനെയാടാ മനോഹര എന്ന് വിളിക്കുമേ? അയ്യോ, ഞങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യമല്ലോ ആണോടാ? സിദ്ധുവിന്റെ അച്ഛൻ സംസാരിച്ചത് ദേവിക മോളോടല്ലേ അമ്മേ? ഓ, എന്താന്ന് ദേവിക മോള് പറഞ്ഞില്ല. ദേവിക മോൾ എപ്പം മൊഴിയും? ദേവി നമുക്ക് സൗകര്യമുള്ളപ്പം മൊഴിയും. കൊച്ചമ്മയ്ക്കെന്നാ കല്യാണക്കാര്യം അല്ലാതെന്താ? അതോ ഇനി ശല്യം ഒഴിവാക്കി തരണമെന്നോ മറ്റോ പറഞ്ഞതാണോ? ആർക്കറിയാം. ശരത്ത് മോൻ എന്തിനാ ഇക്കാര്യത്തിൽ ചങ്ക് തിരുമുന്നത്? അഭിപ്രായം പറയാതെ മോനെ കൊണ്ട് മാറിയിരുന്നേച്ചാ മതി. ഓ, കല്യാണക്കാരിയാണെങ്കിൽ നടത്തണം മനോഹര. ഭർത്താവ് മരിച്ചൊരു പെൺകുട്ടിക്ക് അങ്ങനെ നല്ല ആലോചനകളൊന്നും വരണമെന്നില്ല. പിന്നല്ലാതെ ആ ബാധ ഇവിടുന്ന് ഒഴിഞ്ഞു പോവുമല്ലോ. അതിപ്പോ ആരെങ്കിലുമായിട്ട് കല്യാണം നടന്നാലും ദേവികമോൾ ഈ വീടുമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ലാതാകാൻ പോകുന്നില്ല. ദേവികമോക്ക് അവകാശം ഇല്ലാതാകാൻ പോകുന്നില്ല. അതോർത്ത് ആരും മനപ്പായസം ഉണ്ണുകയും വേണ്ട. എന്തായാലും ആദ്യം ദേവികമോളൊരു തീരുമാനം പറയട്ടെ. തീരുമാനം ആയാലുടൻ ഒരു കവറിലിട്ട് എല്ലാവർക്കും തരാം. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. പാർവതി വാ. അല്ല മുത്തശ്ശി, അവര് പോയാലും പിന്നെ ഇവിടെ അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്റെ കൊച്ചേ, അത് മനോഹരൻ പറയുന്നതല്ലേ. ദേവിക ഇവിടുന്ന് ഇറങ്ങുന്ന നിമിഷം അവൾക്ക് മുമ്പിൽ ഈ വീടിന്റെ വാതിൽ എന്നേക്കുമായിട്ട് അടയും. ഞാൻ അടയ്ക്കും. സുധേട്ടന്റെ ചിതാഭസ്മ കലശവും ഈ ചിത്രമായിട്ട് ഇങ്ങോട്ടേലും പോവാൻ ഞാൻ. എവിടെയാണെങ്കിലും എനിക്ക് കൂട്ടായിട്ട് എന്റെ സുധേട്ടന്റെ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. അത് മതി എനിക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ. ദേവികേ, എന്താടാ? ഓ, ചത്തുപോയ കെട്ടിയവനോട് സമ്മതിക്കുകയായിരിക്കും അല്ലേ? ആണെങ്കി
നീ ആദ്യം പോയി നിന്റെ മരിച്ചുപോയ അച്ഛനോടും അമ്മയോടും സംവദിക്കടാ. മരിച്ചുപോയ അച്ഛനും അമ്മയും മാത്രമല്ലടി, നീ കാരണം മരിച്ച വേറൊരാളോടും ഞാൻ സമ്മതിക്കാറുണ്ട്. ഇനി ഒരു തവണ കൂടി എന്നെ ചേർത്ത് നീ എന്തെങ്കിലും പറഞ്ഞ നിന്റെ മോന്തക്കെട്ട് ഞാനൊന്ന് തരും. അറിയാലോ നിനക്കെന്നെ. വക്കീലിന്റെ അപ്പനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയുള്ള നിന്റെ നാടകം അസലായിരുന്നു. വല്ലതും നടക്കൂടി ദേവിക? ഞാൻ നടത്തി കാണിച്ചു തരൂടാ. എനിക്കിഷ്ടമുള്ള ആളിന്റെ കൂടെ ഞാൻ ജീവിക്കും. അതിന് നിനക്കെന്താടാ? നീ ആരാ? മാനത്ത് നിൽക്കുന്ന അമ്പിളിമാമനെ നോക്കി നായ കുരയ്ക്കുന്ന പോലെ കുറെ കാലം ആയല്ലോ നീ കിടന്ന് കുരയ്ക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തായി? ഒന്ന് പോടാ. നിന്നെ പോലൊരു സൈക്കോയോട് സംസാരിക്കേണ്ട കാര്യമേ ഇല്ല എനിക്ക്. പക്ഷെ ഒന്ന് നീ ഓർത്തു വെച്ചോ, നിന്നെ പോലൊരു വിഷജന്മത്തെ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കാൻ വിടില്ല ഞാൻ. നിന്നെ തീർത്തിട്ടെ ഞാൻ ഇവിടുന്ന് പോവും. ശരത്തിനെ ഇല്ലാതാക്കാവുന്നുള്ളത് നിന്റെ വ്യാമോഹമാടി. നീ കാരണം മരിച്ചുപോയ ഒരു ആത്മാവ്, ഇന്നും ഗതി കിട്ടാതെ അലയുന്ന ഒരു ആത്മാവ്, കൈ നനച്ച് ശരത്ത് പിണ്ടച്ചോറ് ഉരുട്ടി വെച്ചാലും ബലിക്കാക്കയുടെ രൂപത്തിൽ പോലും വരാത്ത ഒരാത്മാവ്. ആദ്യം ആ ആത്മാവിന് മോക്ഷം കിട്ടട്ടെ. അത് വന്നൊരുള്ള ചോറ് കുത്തി തിന്നട്ടെ. അതുവരെ നീ ഇവിടെ കാണും, ശരത്തിന്റെ കൺവട്ടത്ത്. ഇല്ലെങ്കി പൊന്നുമോളെ, ഇപ്പൊ ഇവിടുത്തെ പൂജാമുറിയില് ഒരു ചിതാഭസ്മ കലശമല്ലേ ഉള്ളൂ. സിദ്ധാർത്ഥ വക്കീല് നിനക്ക് വേണ്ടി ഒരു താലി പണിയിച്ച അവിടെ സിദ്ധാർത്ഥന്റെ വീട്ടില്, അവിടുത്തെ പൂജാമുറിയില് വേറൊരു ചിതാഭസ്മ കലശം ഇരിക്കും. മനസ്സിലായോ നിനക്ക്? ചിതയിൽ വെച്ച് കത്തിക്കുന്നത് അവന്റെ ശരീരത്തെ മാത്രമല്ല, നിന്റെ സുധിയേട്ടന്റെ ഹൃദയത്തെ കൂടിയാ. മനസ്സിലാവും. എനിക്ക് നിന്റെ ക്ഷോഭവും ആവേശവും ഒക്കെ മനസ്സിലാവും. പക്ഷേ ആദ്യം എനിക്ക് തീർക്കാനുള്ള കണക്കുകള് മുതലും പലിശയും ചേർത്ത് ഞാനൊന്ന് തീർത്തോട്ടെ. അതിന് തടസ്സമായിട്ട് ആര് വന്നാലും തുടച്ചു മാറ്റിക്കളയും ഞാൻ. വക്കീലുമായിട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനിയിപ്പോ അതല്ല, വക്കീലിനോടുള്ള പ്രേമം മൂത്ത് സുധിയേട്ടന്റെ ഹൃദയമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാമെന്നെങ്ങാണെന്ന് തീരുമാനിച്ച പൊന്നുമോളെ, പാകിസ്ഥാൻ പട്ടാളത്തിന് ചെയ്യാൻ കഴിയാതെ പോയൊരു കാര്യം ഞാൻ അങ്ങ് ചെയ്യും. ആ വക്കീലിന്റെ തന്തയെ ഞാനിങ്ങ് എടുക്കും. എന്നിട്ട് നല്ല ചുവന്ന പട്ടുകൊണ്ട് മൂടിക്കെട്ടിയ നല്ല ഒന്നാന്തരം മൺകലശം അവന്റെ ആ വക്കീലിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. അവന് വരുന്ന കാക്കയെ കൈവിട്ട് വിളിക്കട്ടീ. തന്ത എത്താ പിന്നെ മിനിമം ഒരു കൊല്ലെങ്കിലും കഴിയാതെ അവൻ കല്യാണം എന്ന് പറഞ്ഞിറങ്ങത്തില്ലല്ലോ.